ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റിയിട്ട്. അതിൽ ചെറിയൊരു തിരുത്തലുള്ളത് കൊണ്ടാണ് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മുഴുവൻ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും ഇവിടെ തിരുത്തുന്നതാണ്, നിങ്ങൾക്കെല്ലാം ക്ലിയർ ആകുന്നതാണ്. അതുപോലെ തന്നെ പാസ്സാക്കി വിടോ, ലാബ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഇതിൽ അക്കൗണ്ടൻസിയുടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും പ്രാക്ടിക്കൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എന്ത് തന്നിട്ടുണ്ടാകും? ഒരു PDF അല്ലെങ്കിൽ റെക്കോർഡോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകുമല്ലോ. അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുക. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ മാത്രമേ ഉള്ളൂ, അതല്ലാതെ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അക്കൗണ്ടൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D എന്ന് പറഞ്ഞിട്ടാണുള്ളത്. പാർട്ട് Aയിൽ നിന്ന് ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ തരും, ഏതെങ്കിലും 2 ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട് Bയിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ തരും, ഏതെങ്കിലും 2 ആൻസർ ചെയ്യണം. അവിടെ ചോയ്സ് ഉണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ദെൻ പാർട്ട് C ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി, പാർട്ട് D ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി. അങ്ങനെ മൊത്തം 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ +2 അക്കൗണ്ടൻസിയുടെ പ്രാക്ടിക്കൽസിന് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന്, അതായത് നമ്മൾ കറക്റ്റായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ദെൻ ഔട്ട്പുട്ട് കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്, അങ്ങനെ ഒരു ചോദ്യത്തിന് നമുക്ക് 6 മാർക്ക് കിട്ടും. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 6 × 2 ഇവിടെ 12 മാർക്ക് കിട്ടി. ഇവിടെ പാർട്ട് Bയിലേക്ക് വരുന്ന സമയത്ത് പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ 3 മാർക്കും, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്, അങ്ങനെ 4 മാർക്ക്. 2 ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം 8 മാർക്ക് കിട്ടി. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് C ആൻഡ് പാർട്ട് D. അത് ഓരോന്ന് 6 മാർക്കിൻ്റെ. അങ്ങനെ ഇൻ ടോട്ടൽ നമുക്ക് 32 മാർക്കുകളാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 12, 8, 6 അങ്ങനെ മൊത്തം 32 മാർക്ക് നമുക്ക് കിട്ടും. അത് തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? പാർട്ട് A ചോദിക്കുക സ്പ്രെഡ്ഷീറ്റ് ആയിരിക്കും. 3 സ്പ്രെഡ്ഷീറ്റിന്റെ ചോദ്യത്തിൽ ഏതെങ്കിലും 2 ചെയ്യണം. ഓക്കെ, ദെൻ പാർട്ട് Bയിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ സ്പ്രെഡ്ഷീറ്റ് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. അവിടെ വരുന്ന 3 ക്വസ്റ്റ്യനും സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ ആൻഡ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് അതിൽ നിന്ന് 3 ഏതെങ്കിലും 2 ചെയ്യാനാണ് വരാം. പാർട്ട് C വരുന്നത് GNU ആയിരിക്കും, അത് ഓപ്ഷൻ ഇല്ല. പാർട്ട് D വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും, അതിന് ഓപ്ഷൻ ഇല്ല. അങ്ങനെ 32 മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വൈവ ഒരു 4 മാർക്ക്, റെക്കോർഡ് വെച്ചതിന് 4 മാർക്ക്, അങ്ങനെയാണ് 40-ൽ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈസി ആയിട്ട് ലാബിന് നമുക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു സംശയമാണ് വൈവയ്ക്ക് എന്ത് പഠിക്കണം? വൈവയ്ക്ക് ഗൈഡ് ലൈൻസ് പ്രകാരം വൈവ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുട്ടികളെ കുഴപ്പിക്കരുത് എന്നതാണ് ഗൈഡ് ലൈൻസ്. അതുകൊണ്ട് തന്നെ കുട്ടി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യനിൽ കുട്ടിക്ക് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഗൈഡ് ലൈൻസ് പ്രകാരം ഉള്ളത്. ചിലപ്പോൾ ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു 4 മുതൽ 6 വരെ മാക്സിമം ചോദിക്കുള്ളൂ, അതിൽ കൂടുതൽ ചോദിക്കില്ല. ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കണം എന്നാണ് ഗൈഡ് ലൈൻസ് ഉള്ളത്. മേ ബി നിങ്ങൾക്ക് മാർക്ക് തരാൻ വേണ്ടിയിട്ട് അതിനേക്കാളും എളുപ്പത്തിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് വൈവ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 സെറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും, ദെൻ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടും ഉണ്ടാകും, പല രീതിക്ക് ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും നിങ്ങളതോർത്ത് വറീഡ് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു പാർട്ട് A, പാർട്ട് B, പാർട്ട് C, D എന്നുള്ളത് ഞാൻ ആ പറഞ്ഞ രീതിക്ക് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ചില സ്കൂളിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ചില സ്കൂളിൽ ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകുക. അതൊക്കെ ടീച്ചേഴ്സിൻ്റെ ഇഷ്ടമാണ്, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ 3 ചോദ്യത്തിൽ 2, 3 ചോദ്യത്തിൽ 2, പിന്നെ 2 ചോദ്യങ്ങൾ കമ്പൽസറി. അങ്ങനെയാണ് അക്കൗണ്ടൻസി വരുന്നത്. ദെൻ എല്ലാത്തിനും കൂടി കൂട്ടിയിട്ട് നമുക്ക് 3 മണിക്കൂറാണ് സമയം തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ പ്രൊസീജിയർ എഴുതണം, ദെൻ ഔട്ട്പുട്ട് ടീച്ചറെ കാണിച്ചു കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ വൈവയ്ക്ക് ആൻസർ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കുക. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 ചോദ്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. 16 മാർക്ക് ഒരെണ്ണത്തിന്, 32 മാർക്ക് 32 മാർക്ക് കിട്ടി. വൈവ 4 മാർക്ക്, ദെൻ അതേപോലെ തന്നെ
റെക്കോർഡ് വെച്ചതിന് 4, അങ്ങനെ 40 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയാണ് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലാണ് അങ്ങനെ വൈവേനെ പറ്റിയിട്ടുള്ള ഗൈഡ് ലൈൻസ് കണ്ടത്, കുട്ടികളെ പേടിപ്പിക്കുന്ന രീതിയിലാകരുന്നു എന്നുള്ളത്. അപ്പോൾ അക്കൗണ്ടൻസിയും അങ്ങനെ തന്നെ ആയിരിക്കും വൈവ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് വൈവേനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് വൈവയ്ക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും 32+ നമ്മൾ റെക്കോർഡ് വെച്ചാൽ തന്നെ നമുക്കൊരു 30 മാർക്ക് സുഖമായിട്ട് കിട്ടും. ലാബ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ, ലാബിൻ്റെ മാർക്ക് കമ്പൽസറി ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 16 മാർക്കിൽ 10 മാർക്ക് കോഡിങ്ങിനും 6 മാർക്ക് നമ്മളതിൻ്റെ എക്സിക്യൂഷൻ നടത്തിയാലും ആണ്, എറർ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ HTML എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടാഗുകൾ ആട്രിബ്യൂട്ടും കറക്റ്റ് ആണെങ്കിൽ 10 മാർക്ക്, അതും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത 6 മാർക്ക്. SQL ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മാർക്ക് അതിൻ്റെ കമാൻഡ്സ് കറക്റ്റ് ആക്കുന്നതിന്, പിന്നെ 6 മാർക്ക് അതിന് ഡീബഗിങ് സ്കില്ലിനാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽസിനെ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. താങ്ക്